നിത്യജീവൻ്റെ ദായകനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഈ അവസരത്തിൽ അറിയിക്കട്ടെ. ക്രിസ്തീയ വിശ്വാസിയുടെ പ്രതീക്ഷയും പ്രത്യാശയുമാണ് നിത്യജീവൻ. അതിനായി ഈ ലോകത്തിലെ പലതും ത്യജിക്കുകയും നിത്യതയ്ക്കായി ഒരുങ്ങി കാത്തിരിക്കുകയും ചെയ്യുക എന്നത് വലിയ പ്രാധാന്യമേറിയ വിഷയമാണ്. 1 തീമോഥെയോസിൻ്റെ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ, വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ടു, അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. അല്പസമയം ഞാനിവിടെ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിത്യജീവൻ. നമ്മുടെ വിളിയുടെ ഉദ്ദേശം ഇവിടെ നാം വായിക്കുമ്പോൾ നിത്യജീവനെ പിടിച്ചുകൊള്ളുക, വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. അപ്പോൾ ദൈവം ഒരുവനെ വിളിച്ചിരിക്കുമ്പോൾ ഒന്ന്, നാം നിൽക്കുന്നതൊരു പോർക്കളത്തിലാണ്. ഏതുവിധേനയും പ്രതിയോഗിയാകുന്ന പിശാച് നമ്മളുടെ നന്മകളെ അപഹരിച്ചു കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ പൊരുതിക്കൊണ്ടിരിക്കും. എന്നാൽ ആ പൊരുതലുകളുടെ നടുവിൽ നഷ്ടപ്പെടുത്താതെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെ അല്ലെങ്കിൽ നിയോഗത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായിട്ടല്ലോ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് നിത്യജീവൻ? നിത്യജീവൻ എന്നത് യാഥാർത്ഥ്യമാണ്. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക എന്ന് ദൈവവചനം പറയുന്നു. 2, നിത്യജീവൻ സമൃദ്ധമായതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, മോഷ്ടിപ്പാനും അറുപ്പാനും ആണ് കള്ളൻ വരുന്നത്, ഞാൻ നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ തരുവാൻ, അതേ സമൃദ്ധിയായ ജീവൻ തരുവാൻ തന്നെ വന്നിരിക്കുന്നു. അപ്പോൾ നിത്യജീവൻ സമൃദ്ധമാണ്. 3, നിത്യജീവൻ സന്തോഷകരമാണ്. 1 പത്രോസ് 1:8-9 വായിക്കുമ്പോൾ, വിശ്വാസത്തിൻ്റെ അന്തമായ രക്ഷ പ്രാപിക്കേണ്ടതിന് നാം മുൻപോട്ട് പോകുക. 4, നിത്യജീവൻ യഥാർത്ഥ അറിവിൻ്റെ ജീവിതമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, യേശുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ എന്ന് എഴുതിയിരിക്കുന്നു. പിന്നെയും 5-ാമതായി, നിത്യജീവൻ അത് നിത്യമായതാണ്. ദാറ്റ് ഈസ് ആൻ ഇറ്റേണൽ. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ യേശു പറയുന്നു, ഞാൻ നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ച് പോകയില്ല. അപ്പോൾ ആർക്കും നശിപ്പിച്ച് കളയാൻ കഴിയാത്ത ഒന്നാണ് നിത്യജീവൻ. മാത്രമല്ല, നിത്യജീവൻ എന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ദാനമാണ്. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് പറയുന്നു. പിന്നെയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ ലഭ്യമാകുന്ന ഒന്നാണ് നിത്യജീവൻ എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ കാണുന്നു. പിന്നെയും നിത്യജീവൻ എന്നത് മർത്യമായ ശരീരത്തെ മരണത്തിൻ്റെ പിടിയിൽ നിന്നും ഉയർപ്പിച്ച് പുത്രനോട് ചേർക്കുന്ന ഒന്നാണ് നിത്യജീവൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ നിത്യജീവൻ എന്നത് ക്രിസ്തീയ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ളതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ അനേക പ്രതിസന്ധികൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ ഒക്കെ കടന്നു വരും. എന്നാൽ നാം ഇവിടെ വായിച്ചതുപോലെ തീമോഥെയോസിൻ്റെ 1-ാം ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ, വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചെടുക്കുക. അപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രത്യാശയാണ് നിത്യജീവിതം എന്നുള്ളത്. അതിനുവേണ്ടി ആണ് നാം ഈ ലോകത്തിൽ പലപ്പോഴും ലാഭമായിരിക്കുന്നത് പലതും
തള്ളിക്കളഞ്ഞ് ജീവിക്കുന്നത്. നമുക്ക് നേടാവുന്നതും അറിയിക്കാവുന്നതുമാകുന്ന പലതും നാം ഉപേക്ഷിക്കുന്നത്. ഇങ്ങനെ ദൈവവചനത്തിൽ പാട്ടുകാരൻ പാടുന്നത് നമുക്ക് കാണുവാനിടയായിത്തീരും. ലോകം വെറുത്തവർ യേശുവോട് ചേർന്നിരുന്നെപ്പോഴും ആനന്ദിക്കും. അതെ, ലോകം വെറുത്ത് ലോകത്തിൽ ലാഭമായിരിക്കുന്ന പലതും വിട്ടൊഴിഞ്ഞ് യേശുവോട് ചേർന്നിരുന്ന് ആനന്ദിപ്പാൻ കാരണമായിത്തീരുന്നത് നിത്യജീവൻ്റെ പ്രാധാന്യം ഇന്നതെന്ന് തിരിച്ചറിയുമ്പോഴാണ്. പലപ്പോഴും വിശ്വാസത്തിൽ ശക്തി കുറഞ്ഞവരായി, ക്ഷീണിതരായി, അബലരായി, ദൈവകൃപയിൽ നിന്ന് അകന്നവരായി ഞാനും നിങ്ങളും ആയിപ്പോകുവാനുള്ള കാരണം നിത്യജീവൻ്റെ വില ഇന്നതെന്നും നിത്യജീവനിലൂടെ നമുക്ക് ലഭ്യമാകുന്ന പദവികൾ ഇന്നതെന്നും ഗ്രഹിക്കേണ്ടുന്ന വണ്ണം ഗ്രഹിക്കുവാൻ, അറിയേണ്ടുന്ന വണ്ണം അറിയുവാൻ, മനസ്സിലാക്കേണ്ടുന്ന വണ്ണം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നാം അന്യപ്പെട്ടു പോകുന്നത്. എന്നാൽ ജീവിതയാത്രയിലെ സമ്മർദ്ദങ്ങൾ വലുതാണ്, പ്രതികൂലങ്ങൾ വലുതാണ്, അനർത്ഥങ്ങളും ആപത്തുകളും പരിശോധനകളും വലുതാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമായി ഞാൻ വിളിച്ചു പറയട്ടെ, നിത്യജീവനെ പിടിച്ചുകൊണ്ട് ശത്രുവിനോട് പോരടിച്ച് നിത്യജീവനെ നിലനിർത്തുവാൻ തക്കവണ്ണം ഈ നാളുകളിൽ ദൈവം നമുക്ക് ശേഷിപ്പിക്കുന്ന അവസരങ്ങൾ ദൈവഭക്തിയിലും വിശ്വാസത്തിലും മുൻപോട്ട് പോകുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിനെ നിർത്തുന്നു. സ്വർഗീയ പിതാവേ, നിൻ്റെ ജനത്തിനായി സ്തോത്രം. നിത്യജീവനെ പ്രാപിച്ചവർ അത് നിലനിർത്തി വിശ്വാസത്തിന് അന്തമായ രക്ഷയെ പ്രാപിച്ച് ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ നിൻ്റെ ജനത്തെ സഹായിക്കണം. എന്നാൽ അത് പ്രാപിക്കാത്തവർ ഈ ദിവസങ്ങളിൽ അത് പ്രാപിപ്പാൻ തക്കവണ്ണം സ്വർഗം നിൻ്റെ ജനത്തോട് മനസ്സറിയണം. ഇത് കേൾക്കുന്നവർക്കായി സ്തോത്രം. സമാധാനം കൊടുക്കണം, ധൈര്യം കൊടുക്കണം, ദൈവശക്തി കൊടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.